നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇത്തവണത്തെ ബാലൻഡിയോർ നോമിനേഷൻ ലിസ്റ്റ് പുറത്തു വന്നു കഴിഞ്ഞല്ലോ. അതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇടമില്ല. അതേസമയം ഒസ്മാൻ ഡംബലയും ലാമിൻ യമാലും റാഫിഞ്ഞയും വിനി ജൂനിയറും ഒക്കെ അടങ്ങുന്ന പ്രഗത്ഭരായ യുവതാരങ്ങൾ അവിടെയുണ്ട്. ആർക്കിത്തവണ അത് കിട്ടുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ക്രിസ്ത്യാനോയുടെ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു, ആര് നേടും? CR7 അവരോടുള്ള ചോദ്യം, ആര് നേടും ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം? ഇതിപ്പോൾ ക്രിസ്ത്യാനോ നേരത്തെ ബാലൻഡിയോറിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഫിഫ ബെസ്റ്റിനെയും ബാലൻഡിയോറിനൊക്കെ കുറിച്ച് ഇത് ഇപ്പോൾ ഇൻഡിവിജ്വൽ അവാർഡ്സിൻ്റെ ഒക്കെ ക്രെഡിബിലിറ്റി നഷ്ടമാകുന്ന തരത്തിൽ കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്ന്. കാരണം അത്തരത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് അദ്ദേഹം ഒരു ഗ്ലോബ് സോക്കർ അവാർഡ് ദാന വേദിയിൽ വെച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇന്നലെ റിയോ അവയ്ക്കെതിരെയുള്ള അൽ നസറിൻ്റെ കളിക്ക് ശേഷം അദ്ദേഹത്തോട് ആര് ഇത്തവണത്തെ ബാലൻഡിയോർ നേടുമെന്ന് ചോദിക്കുന്നത്. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി നമ്മൾ നോക്കണം. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ മറുപടി ഫിക്റ്റീഷ്യസ് എന്നാണ്. പറയുമ്പോൾ അദ്ദേഹം ഇത് ഫിക്ഷണലാണ് എന്നാണ് പറയുന്നത്. ബാലൻഡിയോറിനെ കുറിച്ച് അദ്ദേഹം ഒരിക്കൽ കൂടി അത്തരത്തിൽ തന്നെ പറയുന്നു, ഫിക്ഷണൽ ആയിട്ടുള്ള കാര്യമാണ് ബാലൻഡിയോറിലെ നേട്ടം ആര് നേടും എന്നുള്ളത്. എന്തായാലും അങ്ങനെ തന്നെയാണ് ക്രിസ്ത്യാനോ നേരത്തെയും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഗ്ലോബ് സോക്കറിൽ നിന്ന് മികച്ച ഗോൾ ഡിവീറിനുള്ള അവാർഡൊക്കെ നേടിയിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ, കണക്കുകൾ കള്ളം പറയില്ല, ഇതിൽ കൃത്യമായ തെളിവുണ്ട്. അതേസമയം മറ്റു ചില ഇൻഡിവിജ്വൽ അവാർഡുകൾ അങ്ങനെയല്ല എന്ന് തന്നെ ക്രിസ്ത്യാനോ പറഞ്ഞു. വീണ്ടും അതേ അഭിപ്രായത്തിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ഏതായാലും 5 തവണ ബാലൻഡിയോർ നേടിയിട്ടുള്ള ആളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന കാര്യം കൂടി ഓർക്കുക. ഇത്തവണ അത് ആര് നേടും കാത്തിരുന്ന് കാണണം. CR7 പറഞ്ഞ പോലെ ഇത് ഫിക്ഷണലാണോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ കഴിഞ്ഞ തവണ വിനി നേടും എന്നെല്ലാവരും കരുതിയിരുന്നതാണ്. പക്ഷേ ഒടുവിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാമല്ലോ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.